അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെയും കണക്കുകൂട്ടലുകൾ പാളിയോ? ഇതാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യം. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുമുണ്ട്. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അനുദിനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം ലോകമെമ്പാടും ഒരു പ്രതിസന്ധി സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിന്റെ പേരിൽ ട്രംപും നെതന്യാഹുവും ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള വിമർശനങ്ങളും നേരിടുകയാണ്. ഇതിനിടയിൽ ട്രംപിനെയും നെതന്യാഹുവിനെയും ഉണർത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ തിരിച്ചടിക്കാനുള്ള കഴിവിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളും കുറച്ച് കണ്ടു എന്നുള്ളതാണ്. അതായത് വലിയ കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് അതിര് കടന്നതായി മാറിയിരിക്കുന്നു. ഇറാനെതിരായ ആക്രമണത്തിന് ശേഷം അമേരിക്ക മയപ്പെടും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇറാൻ അതിന്റെ ആക്രമണം ഇരട്ടിയാക്കുകയും US സൈനിക താവളങ്ങളിലും ഇസ്രായേൽ ജനവാസ മേഖലകളിലും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കുകയും ചെയ്തിരുന്നു. യുദ്ധം എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തുമെന്ന ആശങ്ക ട്രംപ് ഭരണകൂടം നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. എന്നിരുന്നാലും വാസ്തവത്തിൽ അസംസ്കൃത എണ്ണവില നിലവിൽ കുതിച്ചുയരുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% വഹിക്കുന്ന ജലപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഇത് ആഗോള ഷിപ്പിംഗ് റൂട്ടുകളെ അപകടത്തിലാക്കുന്നു. US-ൽ ഗ്യാസ് ഇന്ധന വിലകൾ ഉയർന്നതിനാൽ ഈ സാഹചര്യം ട്രംപ് ഭരണകൂടത്തെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇറാന്റെ പ്രതികാര നടപടികൾ പെന്റഗണിനെ അത്ഭുതപ്പെടുത്തിയെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് സമ്മതിച്ചു. സെനറ്റർ ക്രിസ് മർഫിയുടെ അഭിപ്രായത്തിൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി വീണ്ടും തുറക്കാൻ ഭരണകൂടത്തിന് നിലവിൽ വ്യക്തമായ പദ്ധതിയൊന്നുമില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ വ്യക്തമായ ഒരു തന്ത്രത്തിന്റെ അഭാവത്തിൽ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരും നിരാശ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇറാനിൽ നേതൃമാറ്റം പോലുള്ള വലിയ ആവശ്യങ്ങൾ ട്രംപ് ഉന്നയിക്കുമ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതിരോധ സെക്രട്ടറി ഹെഗ്സെറ്റും പരിമിതമായ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നയതന്ത്ര പാത കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. മറുവശത്ത് ഇറാനിയൻ ഭീഷണി ഇല്ലാതാക്കാൻ എണ്ണ വിപണിയിലെ ഈ താൽക്കാലിക ബുദ്ധിമുട്ടുകൾ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് ഹൗസ് തങ്ങളുടെ നിലപാടുകളെ ന്യായീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അമേരിക്കയുടെയും നെതന്യാഹുവിൻ്റെയും എല്ലാ നീക്കങ്ങളും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് ഇറാൻ മുന്നേറുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇറാന്റെ തിരിച്ചടിയിൽ ഇവർ രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇറാനിൽ നിന്ന് ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ലെന്നും ഈ ഇറാന്റെ തിരിച്ചടിക്കാനുള്ള കഴിവിനെ അമേരിക്ക കാര്യമായി എടുത്തില്ലെന്നും ഇറാനിൽ ഒരു അടിയടിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ നടുവൊടിഞ്ഞു വീഴും എന്ന് അമേരിക്ക കരുതി. പക്ഷേ ആ കരുതൽ അസ്ഥാനത്തായി പോയി എന്നാണ് കൃത്യമായി അമേരിക്ക കരുതിയിരുന്നത് എന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.